ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. പക്ഷെ ഇപ്പോഴാണത് അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത്. ഞങ്ങൾ ഇന്ന് പോണത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ബൈക്ക് എടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ബൈക്ക് ഹൈക്കോടതിയിൽ വെച്ചിട്ട് പിന്നെ വാട്ടർ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സാഗര റാണി എന്ന് പറഞ്ഞ ബോട്ടിൽ പോയല്ലോ. അപ്പോൾ അതുവിന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ വീഡിയോ വീട്ടിൽ വന്ന് കാണിച്ചപ്പോൾ വിനുവിനും ഇഷ്ടമായി. അപ്പോൾ വിനു അന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുകൂടി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഫോർട്ട് കൊച്ചി പോകാൻ വാട്ടർ മെട്രോ തന്നെ തിരഞ്ഞെടുത്തു. ഞങ്ങൾ ഇതിനു മുമ്പ് വാട്ടർ മെട്രോയിൽ പോയിട്ടുണ്ട്, പക്ഷെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയിട്ടില്ല. ഞങ്ങൾ പോയതൊക്കെ വൈപ്പിനിലേക്കാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഫോർട്ട് കൊച്ചി പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ന്യൂ ഇയർ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒന്ന് ഫോർട്ട് കൊച്ചിയിൽ കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. വാട്ടർ മെട്രോയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ ഏകദേശം 2 മണിക്കൂർ എടുത്തെന്ന് തോന്നുന്നു. കുറേ നേരം ഇരിക്കേണ്ടി വന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അത് വൈപ്പിനിലേക്കും ഫോർട്ട് കൊച്ചിയിലേക്കും അങ്ങനെ തന്നെയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യം ഈ തലയിൽ തൊപ്പിയൊക്കെ വെച്ചേക്കണത് ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമാണ് ഞങ്ങൾ പോയത്. ന്യൂ ഇയറിന് മുമ്പ്, കറക്റ്റ് സമയം ഓർക്കല്ല, ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് എന്താണെങ്കിലും. അപ്പം നല്ല വെയിലും ഉണ്ടായിരുന്നു. അതിൻ്റെ തൊപ്പിയും കാണാനില്ല. അപ്പം അത് പറഞ്ഞ് ഞാൻ ഈ തൊപ്പി വെച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ തൊപ്പിയും വെച്ചുകൊണ്ടാണ് ആൾ പോയത്. അവിടെ നിന്ന് നടന്ന് വന്നപ്പം നമ്മുടെ സാഗര റാണി ഉണ്ട്. കുറച്ച് നേരം അവിടെ നിന്ന് സാഗര റാണിയാണ് അച്ഛാ, ഇതാണ് ഞാൻ കയറിയ സാഗര റാണി എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം വിനുവിനെ കാണിച്ചൊക്കെ കൊടുത്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിൻ്റെ. എന്നിട്ട് പറഞ്ഞ് സാഗര റാണിയിലൊക്കെ കയറണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ നമ്മൾ പറഞ്ഞ് ഞങ്ങളന്നേരം പറഞ്ഞു കൊടുത്തു നമ്മൾ വാട്ടർ മെട്രോയിലാണ് പോണത്, സാഗര റാണിയിൽ ഇനി വേറെ ദിവസം പോകാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ സമാധാനിപ്പിച്ച് വാട്ടർ മെട്രോ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ സന്തോഷമായി. പിന്നെ അങ്ങനെ കുറേ നേരം ക്യൂ നിന്നൊരു ടിക്കറ്റ് കിട്ടി. അവസാനം അത് ഓടിയാണ് കയറിയത്. ഓടിക്കയറിപ്പോയതുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് സീറ്റൊക്കെ കിട്ടി. ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സീറ്റ് കിട്ടുന്നത്. വൈപ്പിനിലേക്കൊക്കെ പോയിട്ടുള്ളത് നേരത്തെ തന്നെ നിന്നാണ് പോയേക്കണത്. 2-3 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും നിന്നാണ് പോയിട്ടുള്ളത്. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇരുന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അതും ഈ ബോട്ടിൽ കയറിയത് തന്നെ സാഗര റാണി കാണാനാണ്. കയറിയപ്പോൾ മുതലുള്ള ചോദ്യമാണ്, സാഗര റാണി അവിടെ നിന്ന് എടുത്താൽ നമുക്ക് കാണാൻ പറ്റുമോ, സാഗര റാണി നമ്മുടെ അടുത്തുകൂടി പോകുമോ, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു. സാഗര റാണി ഞങ്ങൾ ബോട്ടിലിരുന്ന് കണ്ടില്ല. പക്ഷെ ഫോർട്ട് കൊച്ചിയിൽ പോയി നിന്ന് കുറച്ച് നേരം ബീച്ചിൻ്റെ അടുത്ത് പോയി നിന്നപ്പോൾ
നമ്മൾ ആ സാഗർ പോണത് കണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചി എത്തിയായിരുന്നു നമ്മൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചാള മറിയണത് കാണാനുണ്ടായിരുന്നു. നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, ബോട്ടിലിരുന്ന് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ എനിക്കിത് സൂം ചെയ്തെടുക്കാൻ പറ്റിയില്ല, ഫോണിലത് കിട്ടിയിട്ടില്ല. സംഭവം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബോട്ട് തിരിയണ സ്ഥലത്ത്, തിര കൂടുതലുള്ള സ്ഥലത്തായിരുന്നു ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് വന്നൊക്കെ ഇങ്ങനെ മറിയണ കണ്ടപ്പോൾ പിന്നെ അത് എടുക്കാനൊക്കെ പറഞ്ഞു, വീഡിയോ എടുക്കുക, അതേ മീൻ മറിയണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. അന്നേരം ഞങ്ങളുടെ അടുത്ത് വന്ന് മറിഞ്ഞ മീനാണ് ആ പരുന്ത് കൊത്തിക്കൊണ്ട് പോയത്. ഇവിടെ ഈ കാക്കയും പരുന്തൊക്കെ പറക്കണത് ഈ മീൻ മറിയണത് കണ്ടിട്ട് അത് എടുക്കാൻ വന്ന സംഭവമായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. ഒരു മീൻ പോലും എൻ്റെ വീഡിയോയിൽ കിട്ടിയില്ല, പക്ഷെ ഞങ്ങൾ കണ്ടായിരുന്നു. ഭാഗത്തെത്തിയപ്പോൾ നല്ലോണം ഉണ്ടായിരുന്നു. അത് കൊത്തി തന്നെ ഒരുപാട് കാക്കയും പരുന്തും കൊക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റാത്ത കാരണം എനിക്ക് ഭയങ്കര, ഞാൻ വിചാരിച്ച എൻ്റെ ഫോണിൽ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തി. അവിടെ വാട്ടർ മെട്രോൻ്റെ ഒരു ചെറിയ സംഭവമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്
അതൊക്കെ കുറച്ച് നേരം അത് കണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടന്ന് സ്ട്രീറ്റിലൊക്കെ കുറച്ച് നേരം നടന്നു അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കറങ്ങി തിരിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും ബീച്ചിലേക്ക് വന്നു ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ ഹാപ്പിയായി. കുറച്ച് നേരം ബീച്ചിൽ വൈകിട്ടായത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ചയും കൂടിയാണ് ഞങ്ങൾ അവിടെയും പോയത്. അത് കാരണം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്ന് സൺസെറ്റൊക്കെ കണ്ട് അവിടെ നിന്ന് പതുക്കെ പോന്നു. അവിടെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പൊട്ടാസ് തോക്ക് അതിന് ഭയങ്കര പേടിയാണ്. അതിൻ്റെ പുറകെ നടന്ന അത് വിൽക്കുന്ന ചേട്ടൻ പൊട്ടിക്കണായിരുന്നു. ചെവിയും പൊത്തി കുറേ നേരം അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്ന് ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ട് പോന്നു. വെളിയുടെ അവിടെ മറ്റേ പരേഡ് ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ട് പോകുന്നായിരുന്നു. പപ്പാഞ്ഞിനെയൊക്കെ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെയും കറങ്ങി നടന്നു. ട്രീ ഒക്കെ കണ്ടു. അതും ഉറങ്ങിപ്പോയി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വാട്ടർ മെട്രോ നോക്കി നിന്നില്ല, ബസ്സിന് കയറി പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം.